ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ഓട്ടുപാറ മേലേമ്പാട് റോഡിൽ വനാതിർത്തിയോട് ചേർന്ന് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നു. ഏതു നിമിഷവും റോഡിലേക്ക് നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ള മരം മാറ്റാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഏത് നിമിഷവും താഴെ വീഴാം എന്ന അവസ്ഥയിലാണ് ഓട്ടുപാറ മേലേമ്പാട്ട് റോഡിലെ വനാതിർത്തിയിൽ നിൽക്കുന്ന ഈ മരം. മരത്തിന്റെ കടഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലാണ്. കഴിഞ്ഞ ദിവസം വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഇതിന് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു മരം മറിഞ്ഞു വീണിരുന്നു. അത് കാടിനുള്ളിലേക്ക് വീണതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്നാൽ നിലവിൽ ഭീഷണിയായി നിൽക്കുന്ന ഈ മരം വീണാൽ അത് തൊട്ടടുത്തുള്ള വീടിന് മുകളിലേക്കാകും പതിക്കുക. വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും തകർത്ത് മരം വീണാൽ വലിയ രീതിയിലുള്ള ജീവനും സ്വത്തുനാശത്തിനുമാവും പ്രദേശം സാക്ഷ്യം വഹിക്കുക. മരം മുറിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതികളുമായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് പ്രദേശവാസിയായ ആന്റണി. എന്നാൽ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും നിഷേധാത്മക നിലപാടാണ് ഉണ്ടാകുന്നത്. ആദ്യം വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസിൽ സമീപിച്ചപ്പോൾ പൂങ്ങോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് അയച്ചു. പൂങ്ങോട് ഫോറസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ തൃശൂർ ഓഫീസിൽ പരാതി നൽകുവാൻ നിർദ്ദേശിച്ചു. തൃശൂർ ഓഫീസിലും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇവർ. വനം വകുപ്പിന്റെ ഭൂമിയിൽ നിൽക്കുന്ന അപകടകരമായ മരം മുറിക്കാൻ ഓഫീസുകൾ തോറും കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. അപ്പോൾ നമ്മൾ ഒരു ദിവസം കാറ്റ് വീശി മിന്നടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് 2 മിനിറ്റ് അപ്പുറത്തേക്ക് കാട്ടിലേക്ക് വീണു. ഈ മരം ഇപ്പോൾ വേര് പൊട്ടി നിൽക്കുന്നത് നിങ്ങൾ നോക്കിയാൽ കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചു, കൗൺസിലറെ വിളിച്ചറിയിച്ചു, മുമ്പത്തെ സലാമിനെ വിളിച്ച് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ഫോറസ്റ്റുകാർ സലാമിനോട് പറഞ്ഞതിൻ്റെ കമ്പ് നിങ്ങൾ കയറി കെട്ടിക്കൊള്ളാനാണ് പറഞ്ഞത്. നമ്മളിത് എങ്ങനെ കയറി വെച്ച് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ പുറത്തായിട്ട് എടുത്തിട്ട് വിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ തൃശ്ശൂർ പോയി കൊടുക്കണം പറഞ്ഞു. ഞാൻ എങ്ങക്കാരുടെ റേഞ്ച് ഓഫീസിലേക്ക് പരാതി ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ അല്ല തരേണ്ടത്, നിങ്ങൾ ഓൺലൈനായിട്ട് കളക്ടറേറ്റിൽ പോയിട്ട് ഫസ്റ്റ് DFIക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ പോയിട്ടുണ്ട് ഫോറസ്റ്റ് DFIനെ കാണാൻ. അപ്പോൾ അവിടുത്തെ DFI പറഞ്ഞിരിക്കുന്നത് പൂക്കോട് സ്റ്റേഷനിലേക്കാണ് ഇരിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും സാധനം ഇവിടെ നിന്ന് മുറിച്ച് കൊണ്ടുപോകാൻ ആവശ്യം. ഇപ്പോൾ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ആളില്ലാത്ത സമയത്താണ് ഇപ്പോൾ ഈ കമ്പിയുടെ പുറത്ത് പൊട്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് വരിക. അകത്ത് ആർക്കും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് മുറിച്ച് മാറ്റാൻ ആരെ നടപടി സ്വീകരിച്ചാലും അത് മുറിച്ച് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. വലിയൊരു ദുരന്തത്തിന് വഴിമാറുന്നതിന് മുമ്പ് വനം വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഭീഷണിയായ മരം മുറിച്ചു മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. You are watching VCV News.